നല്ലൊരു വാർത്ത. നല്ല വാർത്ത എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു വാർത്തയാണ്. അതായത് റീച്ച് വേണ്ടി ഒരാളുടെ ജീവൻ ഇല്ലാതാക്കിയത്. കോഴിക്കോട് ബസ്സിനുള്ളിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. മാങ്കാവ് സ്വദേശി ദീപക്കാണ് മരിച്ചത്. യുവതി വീഡിയോ ചിത്രീകരിക്കുകയും സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ മനം നൊന്താണ് യുവാവ് ആത്മഹത്യ ചെയ്തത്. വ്യക്തിഹത്യ ചെയ്തുവെന്ന് യുവാവിന്റെ ബന്ധുക്കൾ ആരോപിച്ചു. വീഡിയോ പങ്കുവെച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമല്ലേ, ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണ് കൂടുതൽ ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാർ. ഇത് റീച്ച് കിട്ടുന്ന കണ്ടന്റ് തന്നെ തുടക്കം തൊട്ടേ ഇതിന് പ്രശ്നമുണ്ട് ഇങ്ങനെ. അപ്പോൾ അതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഇതിന് മുമ്പുള്ളവരെല്ലായിടത്തും നോക്കിയോ, ഒരാൾ പോലും അല്ലാത്തൊരു ഇത് വന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഇതിന് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് പ്രതികരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ ആ സവാദിന്റെ കേസ് തൊട്ട് ഞാൻ ജയിലിന്റെ മുന്നിൽ പോയി എന്ന് ഞാനിത് പറഞ്ഞു. ഇത് പോലീസിന്റെ പ്രശ്നമുണ്ട്, ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ പ്രശ്നമുണ്ട്. കാരണം മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനത്തിനകത്ത് യാതൊരുവിധ ശ്രദ്ധയും കൊടുക്കാതെ ഇങ്ങനെ മാനസിക പ്രശ്നമുള്ള ആൾക്കാർ അഴിഞ്ഞാടി നടക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഇതിനിടയിൽ ഇപ്പൊ പെണ്ണുങ്ങളെല്ലാം അങ്ങ് ഒരു പ്രത്യേക കണ്ടന്റോ അല്ലെ എന്തോ ഒരു ഇപ്പൊ എന്താണെന്നറിയത്തില്ല, ഇപ്പൊ ആരും അടുത്ത് നിന്നാൽ തന്നെ ഇവർക്ക് പേടിയും സംശയമൊക്കെയാണ്. ഈ വന്ന് നിൽക്കുന്നവരൊക്കെ ഏതാണ്ട് പിടിക്കാൻ വന്നവരാണോ, അടുത്ത് നിന്നാൽ വരെ ചിലപ്പോൾ പിടിച്ചു എന്ന് പറയും. അങ്ങനത്തെ മാനസിക പ്രശ്നമുള്ള പെണ്ണുങ്ങളുണ്ട്, മനസ്സിലായി. ചില സംശയരോഗിയായ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ പോയി നിന്നിട്ടുണ്ട് വെറുതെ നിരപരാധികൾ പേര് ദോഷം കേൾക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം എന്താ, അവർക്ക് പ്രശ്നമുണ്ടല്ലോ, അവരും പ്രശ്നത്തിനാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവും? അതിനകത്ത് ചിലപ്പോൾ ഇത് അങ്ങനത്തെ ഒരു പെണ്ണാണെങ്കിലോ. ഇവിടുത്തെ പ്രശ്നം ഇങ്ങനെ വീഡിയോ എടുക്കലാണ്. ആദ്യം തൊട്ടേ ഞാൻ പറയുന്നുണ്ട്, വീഡിയോ എടുത്ത് ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുവോ അവമാനിക്കുകയോ ചെയ്യരുത്. അത് സംഭവിച്ചതാണെങ്കിൽ പോലും ഈ പറയുന്ന ആൾക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ളവരാണ്. ഇയാൾക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. ഇയാള് ചിലപ്പോൾ പിടിച്ച് കാണുമായിരിക്കാം, പിടിച്ചില്ലെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും അസുഖമുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് സൂയിസൈഡ് ടെൻഡൻസി അതിനോടൊപ്പം ഉണ്ടാവും. ഇതൊക്കെ മാനസിക പ്രശ്നങ്ങളല്ലേ? ഇത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ബോധമില്ലാത്തൊരു ഗവൺമെന്റും അതിനെ നയിക്കുന്ന വീണ ജോർജിനെ പോലെ എന്തോ അവരൊക്കെ ചെയ്യുന്നത് എനിക്കറിയില്ല. ഈ ഇത്ര ഇഷ്യൂ ഇവിടെ നടന്നിട്ട് ഇത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണെന്നും അല്ലെ ഇതിന് എന്ത് ചെയ്യണമെന്നൊരു ഒരു കാര്യവും ഒന്നിനും കൊള്ളാത്ത കുറെ ആൾക്കാർ ഇടപെടുന്ന ഒരു ഏരിയ ആയേക്കോ ഇതിപ്പോ. ഇത് കണ്ടാൽ മനസ്സിലാകത്തില്ല, ഇവർക്കാർക്കും മനസ്സിലാകത്തില്ല. പോലീസ് പിടിക്കാൻ പോവുക, പോലീസ് പിടിച്ച് അകത്തില്ല, ജയിലിൽ കൊണ്ടുപോയി, ഇതൊക്കെയാണോ ഇവരൊക്കെ ചെയ്യേണ്ടത്? ഇത് ഭയങ്കര മോശം. ഇതിനിയും സംഭവിക്കും. ഇത് ഈ പെമ്പിള്ളേർ നിർത്തേണ്ട സമയം കഴിഞ്ഞാൽ ഞാൻ അന്നും പറഞ്ഞ ഇതേപോലെ ഈ സവാദിന്റെ കേസൊക്കെ വരുമ്പോൾ അവിടെ അയാളുടെ വീഡിയോ എടുത്തിട്ട് നാറ്റിച്ചതുകൊണ്ട് ചിലപ്പോൾ അയാളുടെ കുടുംബത്തിൽ വേറെ വല്ലവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ? ഇയാൾക്ക് ഇങ്ങനെ പ്രശ്നം ഉള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യാനാണ്? അവിടെ പൂട്ടിയിടാനേ പറ്റത്തുള്ളൂ. പിന്നെ ഇറങ്ങി പോകുന്നത് എങ്ങോട്ടാ എന്തോന്ന് എപ്പോഴും ഒന്ന് മോണിറ്റർ ചെയ്യാനും പറ്റുന്നില്ല. അത് വേറൊരു പ്രശ്നം. പിന്നെ ബസ്സുകളിൽ ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഇതുപോലത്തെ ആൾക്കാരെ അറിയാം. അവർ കുറച്ചുകൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആയാൽ ഒരു പരിധിവരെയൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ആളുകൾ ഒരു കാരണവശാലും ഒരു പെണ്ണിന്റെ സീറ്റിൽ ഇരിക്കരുത്. അതിനൊരു ഹാൻഡിക്യാപ്റ്റിന്റെ സീറ്റ് ഇവർക്ക് വേണ്ടി കൂടെ കൊടുക്കുക. ഇങ്ങനെ പ്രശ്നമുള്ളവരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ ഐഡന്റിഫൈഡ് ആണല്ലോ, എല്ലാവർക്കും അറിയാം. സ്റ്റാൻഡ് വരുമ്പോഴേ ഓക്കെ പിടിച്ചു നിർത്തണം. പോലീസോ ബസ് ഡ്രൈവേഴ്സിനൊക്കെ അറിയാൻ പറ്റണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവരൊരു ലൊക്കാലിറ്റിയിൽ എല്ലാവർക്കും അറിയാമായിരിക്കും ഇവരെയൊക്കെ. ഇപ്പൊ സമാധാനം എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്താ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. അതിനകത്ത് അവരുടെ അശ്രദ്ധയുണ്ട്, ഇവരുടെ ഉത്തരവാദിത്തം ഇല്ലായ്മയുണ്ട്, എല്ലാം ഉണ്ട്. ഇവന് ചികിത്സ കിട്ടിയിട്ടില്ല, ഇവനെ വേണ്ട രീതിയിൽ മോണിറ്റർ ചെയ്യുന്നില്ല, കെയർ ചെയ്യുന്നില്ല. എന്ത് ഉത്തരവാദിത്തം പിന്നെ ആളുകൾക്കുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ ഇതുപോലെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ വീഡിയോ എടുത്തിടാനും വേണ്ടി വലിയ സംഭവമൊന്നും അല്ല ഇത്. ഇതെന്ത് ഇവർ പറയുന്ന കേട്ടവർക്ക് വേണ്ടി ഭയങ്കരമായിട്ട് സംഭവിച്ച പോലെ. ഇങ്ങനെയുള്ള തീട്ട കേസുകൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വാർത്തകളിലും അല്ലാതെ സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ സിവിയറായിട്ട് റേപ്പ് വിക്ടിംസ് ഒക്കെ ഇവിടെ മൂഞ്ചി തെറ്റിയിരിക്കുക. അവർക്കൊന്നും ഒരു നീതിയും കിട്ടുന്നില്ല. അവരിനി വ്ളോഗ് ചെയ്യണം. ഇനി അവരെല്ലാം ഇൻഫ്ലുവൻസേഴ്സ് ആയെങ്കിൽ അവർക്ക് നീതി കിട്ടത്തുള്ളൂ. അത് വേറൊരു പ്രശ്നം. ഇവിടുത്തെ മീഡിയയുടെ പ്രശ്നങ്ങളുണ്ട്, പോലീസിന് ഈ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തിരി കാര്യങ്ങൾ ഒരുപാട് അങ്ങ് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജെന്യൂൻ ആയിട്ടുള്ള ഇതിലും സിവിയർ ആയിട്ടുള്ള കേസുകൾ മുക്കാൻ വരെ ഇവർക്ക് മടിയില്ല. മനസ്സിലായോ? പോലീസ് ആണെങ്കിലും ഇപ്പൊ ഭയങ്കര മോശമാ. സോഷ്യൽ മീഡിയ നോക്കി ഇരിക്കുക. അവർക്കാണ് പേജും ഉണ്ട്, അതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള CA ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് റീച്ച് കൂട്ടുക, അല്ല ലൈക്ക് മേടിക്കുക, എന്നിട്ട് വാർത്തയിൽ ക്ലിപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് വീട്ടിൽ ഭാര്യ വിളിച്ച് പറയാം. ഇങ്ങനത്തെ കുറെ ഊളകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് മൊത്തത്തിൽ കുളമായേക്കുക. ഇവിടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയാത്തത് ഇപ്പൊ പോലീസുകാർക്കും കൂടെ. അവരിനി ആരും പഠിപ്പിക്കുമോ എന്തോ. കാരണം ഞാൻ എന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ലോകപ്പ് ഫോട്ടോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ച പോലീസുകാരെന്ന് പറയുമ്പോൾ എന്തൊരു വിവരമില്ലാത്തവരായി. ആ വിവരമില്ലായ്മ അവന് മനസ്സിലാവുന്ന പോലുമില്ല. അവർ മോഹൻലാലിനെ കണ്ട് ഭ്രമിച്ചിട്ട് മോഹൻലാലിന് വേണ്ടി പണിയെടുത്ത ഒരു സംഭവമല്ലേ കണ്ടതെന്ന് എല്ലാവരും കണ്ടതല്ലേ. അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ എന്ന് പറയുന്നത് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് വലിയ വിഷയമാണ്. ഏത് കാര്യം പബ്ലിക്കിൽ പറയണം, ഏതുതരം ആൾക്കാരെയാണ് നമ്മൾ ശരിയാക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ശരിയാക്കേണ്ടതെന്ന് അറിയാതെ ഈ മെന്റൽ ഇഷ്യൂ ഉള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യേണ്ട രീതിക്ക് തന്നെ ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് അവർക്ക് ഈ പറഞ്ഞ പോലെ സംഭവങ്ങൾ ഉണ്ടാവും. പിന്നെ ഇയാൾ ചിലപ്പോൾ കയറി പിടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, അപ്പോഴും ഇയാൾ ആത്മഹത്യ ചെയ്യുന്ന പ്രശ്നമുണ്ട്. ഇനി ഇയാൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിൽ പ്രശ്നമുണ്ട്. ഇയാൾക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകുന്ന ആളായിരിക്കാം. അല്ലെ ഇങ്ങനെ ഇങ്ങനെ കേട്ട ഉടനെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ ഈ കേസ് ഇനി വേണ്ട ആത്മഹത്യ ചെയ്ത് അതിന്റെ എന്താ ആവശ്യം? ഇത് സർവ്വസാധാരണമല്ലേ?
പിന്നെന്താ മാനഹാനി സംഭവിച്ചെന്നോ? ഈ ഇന്ത്യയിൽ ആർക്കാ മാനം? ഇന്ത്യ ജനിച്ചോ നിങ്ങൾക്ക് മാനം ഇല്ല, അതോർത്ത് വിഷമിക്കണ്ട. ആരും അങ്ങനെ ഒരു മാനമുണ്ട് എന്തോ വലിയ രാജ്യത്ത് ജനിച്ച പോലൊന്നും അല്ല. വന്ന രാജ്യമാണ് തേർഡ് വേൾഡ് കൺട്രി. ഇവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നവർക്ക് അത് നല്ലപോലെ അറിയാം. ഒരു മൂന്നാം കിട പൗരനെ പോലെ കൺസിഡർ ചെയ്യുന്ന ഉള്ളി ഈട്ടവട്ടം പൊട്ടക്കണ്ടി കിടന്നുകൊണ്ട് മാനം, എന്ത് മാനം? ഇതുപോലെ ദുരിതം പിടിച്ചൊരു ജീവിതം ജീവിക്കുന്ന മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉപദ്രവിച്ചും പീഡിപ്പിച്ചും പിടിച്ചു പറിച്ചും കുശുമ്പും കുന്നായ്മയും കൂതറയും പൊള്യൂഷനും വളരെ മോശം വസ്ത്രവും ഭക്ഷണവും വെള്ളവും വായുവും ശ്വസിക്കുന്ന എന്ത് മാനാണ് ഇവിടെ ഉള്ളത് ഇന്ത്യക്കാരന്? അതൊരു തെറ്റിദ്ധാരണയാണ് ഇവിടെ ജീവിക്കുന്നവരുടെ. ഇന്ത്യൻസിനൊരു വിലയുണ്ട്, ആ വിലയെ കിട്ടത്തുള്ളൂ. അതങ്ങ് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഇവിടെ കിടന്നുകൊണ്ടുള്ള യൂച്ചാളികളായ നമ്മളുടെ ഇടയിൽ കിടന്നുകൊണ്ട് എന്ത് മാനം കാണിക്കാനാണ് എനിക്കറിയത്തില്ല. ഇവിടെ കിടന്നവരൊരു ജാട കാണിക്കുന്നതാണ്, എന്തൊക്കെയോ മേടിച്ച് വെച്ചിട്ട് ഐഫോണും കൊണ്ട് മുക്കി പിടിച്ചുകൊണ്ട് നടക്കുക, ചില കാറിനകത്തൊക്കെ ഇറങ്ങി നടക്കുക. എന്നിട്ട് ഇവിടെ ജീവിക്കുന്നത് അവനറിയുന്നില്ല. അവൻ ശ്വസിക്കുന്ന വായു എന്തുവാ, എല്ലാം കുടിക്കുന്ന വെള്ളത്തിൽ പ്രശ്നമുണ്ടെന്നും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് അഹങ്കാരം കുറഞ്ഞിരിക്കും. പിന്നെ അതുപോലെ തന്നെ വലിയ മാനം ഉണ്ടെന്നുള്ള തോന്നൽ കുറഞ്ഞിരിക്കും. അങ്ങനെ മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആത്മഹത്യകളും കുറഞ്ഞിരിക്കും. എല്ലാം പിന്നെ നേരത്തെ ഒരു കാരണവും വേണ്ട ഇവിടെ മരിക്കാൻ. ഇന്ത്യ ജനിച്ചെന്ന് പറഞ്ഞാൽ തന്നെ വേണം മരിക്കാൻ. അപ്പൊ അതിന് ഇതൊരു കാരണമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഈ ആത്മഹത്യ എന്ന് പറയുന്ന സാധനം വേറൊരു രോഗാവസ്ഥയാണ്. ഇത് ഇയാൾക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ്, ഇത്രയും ചെറിയൊരു ഇൻസിഡന്റിൽ ആത്മഹത്യ ആണെന്നുണ്ടെങ്കിൽ അയാൾ ആരായിരിക്കും? അയാൾ എത്ര വീക്ക് ആയിരിക്കും? അയാൾക്ക് എന്തോ പ്രശ്നമില്ലേ നേരത്തെ തന്നെ? അല്ലാതെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഒരാളൊരു എന്താ പറയാ, ഇങ്ങനെ അന്നൊരു അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ് ഭരിച്ചപ്പോൾ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഒരു പാർട്ടിക്കാരി സ്ത്രീ, അവരുടെ പേര് മറന്നേ, അവർക്കെതിരേക്ക് ആൾക്കാർ എന്തൊരു വിമർശനവും ബഹളവും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സൈബർ അറ്റാക്ക് നടത്തി. അവരെന്തോ പറഞ്ഞപ്പോഴേ അയാൾ ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ടല്ല, ആത്മഹത്യ ചെയ്യാൻ ടെൻഡൻസി ഉള്ള ഒരാൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞപ്പോൾ അന്നത്തെ ട്രിഗർ ചെയ്ത് ഇവരാണെന്നേ ഉള്ളൂ. അല്ലാതെ അതിന് റീസൺ അവരല്ല. ഇത് മനസ്സിലാക്കാനൊന്നും ഇവിടെ ഉള്ളവർക്ക് പറ്റുന്നില്ലാത്തത് കൊണ്ടുള്ളൊരു ചെറിയ പ്രശ്നം എന്നും ഏത് കാലത്തും ഈ നാട്ടിലുണ്ട്. മനസ്സിലായോ? അതൊരു പ്രശ്നം തന്നെയാണ്. ഒരിക്കലും ഇത് മാറുന്നില്ല. ഇത് തിരിച്ചറിവില്ലാത്തതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ടെന്നേ നാട്ടുകാർക്ക്. ഇവരിതൊക്കെ എടുത്തിട്ട് ഇടുമ്പോൾ എന്തോ വലിയ ആളായി പോകുന്നു ചില പെൺപിള്ളേർക്ക്. ഹീറോയ്ക്ക് ഇമേജ്, ഇവരെന്തോ ഭയങ്കര പ്രതിഷേധം നടത്തി നാട് നന്നാക്കിയൊക്കെയുള്ള പോലത്തെ സാധനമൊക്കെയാണ്. സ്ത്രീകളുടെ ഇടയിലാണെങ്കിൽ ഉടനെ എല്ലാവരും വന്നിട്ട് കൊണ്ടോ വളരെ നന്നായി, വളരെ നന്നായി, എന്ത് നന്നായി. ഇത് ഓരോരുത്തർക്കും എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്, ഞാൻ പറയാൻ നിന്നു. എല്ലാവർക്കും അനുഭവപ്പെടുമ്പോൾ അപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട കേസ് ഇതൊക്കെ. ഇത് രോഗാവസ്ഥയായിട്ട് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ മാനം പോകുന്ന കേസല്ല ഇത്. ആദ്യം അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധമെങ്കിലും ഈ മനുഷ്യർക്ക് ഉണ്ടായാൽ മതിയാണ്. ഇതെങ്ങനെ ഉണ്ടാവാനാ? തട്ടിപ്പല്ലേ എല്ലാവരും. ബോധം ഉണ്ടാക്കേണ്ടത് എവിടെന്നാ? സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞ് എവിടെയെങ്കിലും ഇത്രയും മീഡിയ, സോഷ്യൽ മീഡിയ എല്ലാം ഇത് കുത്തിക്കൊണ്ടിരിക്കുക. സകല തെണ്ടത്തിൽ ഇന്നത്തെ പറയുന്നുണ്ട്. വാട്സപ്പിലൊക്കെ എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിൽ കയറി എന്തോ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. ഇവിടുത്തെ കഞ്ഞി വീഡിയോ, ബുക്കിംഗ് വീഡിയോയും കണ്ട ആലമ്പ് വീഡിയോ എല്ലാം കാണുന്നതിനിടയിൽ ഗവൺമെന്റ് ഇതേപോലത്തെ വീഡിയോസ് ഉണ്ടാക്കി വിടണം. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട്, മനുഷ്യരുടെ ഓരോരോ കണ്ടീഷൻസ് ആണ്. ഇതിപ്പോ ഇത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതാണ്. നിങ്ങളുടെ കൂടുതൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഒരു ആപ്പ് വഴിയും മൈരൊക്കെ കൂടെ ചെയ്യാൻ എന്ത് ഇത്ര പണി? ഇതിനൊന്നും കൊള്ളാത്ത, ഞാൻ പറഞ്ഞില്ല ഗവൺമെന്റ് ഒന്നിനും കൊള്ളത്തില്ല. ഇവിടുത്തെ ഏത് പാർട്ടി എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഈ പാർട്ടിയിൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നിടത്ത് ഇരിക്കുന്ന ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഈ മന്ത്രിമാരെ അല്ലെ ആരും ആയിക്കോട്ടെ എല്ലാം കണക്കായതെന്നുള്ളൊരു പ്രശ്നം. ആർക്കും ഒരു വിഷൻ ഇല്ല. അല്ലെങ്കിൽ എന്താ പറയണ്ടത്, ഇത് എന്തെങ്കിലും ഒരു സാധനം നടത്തിയെടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, വിദ്യാഭ്യാസം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവോ? എന്ത് കഴിവാണ്? കലാപരമായിട്ട് കഴിവുണ്ടോ ഇവനൊക്കെ? മറ്റേ അവള് ചോദിച്ചില്ലേ നാഗസൈന്യത്തിന്, അത് ഇവരോടൊക്കെ ചോദിക്കണ്ടേ? നിനക്കൊക്കെ എന്ത് കഴിവുള്ളൂ? എനിക്കറിയത്തില്ല. ഇത് ഇത്രയും ഇൻസിഡൻസ് നടക്കുക. ഇനിയും എവിടെയെങ്കിലും ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അവിടെ മോഹൻലാൽ പോയി ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്യും. കാരണം ഇവർക്ക് ആർക്കും ഇത് മനസ്സിലായിട്ടില്ല അതിന്റെ കുഴപ്പമെന്ന്. അത്ര വിവരമില്ലാത്തവന്മാരെ ഈ പ്രായം നിന്ന് മൂത്ത് മുരടിച്ച് ഈ അധികാര പദവികളിൽ എത്തിപ്പെട്ടേക്കുന്നത്. പൈസ ഉള്ളവരും അങ്ങനെയുള്ളവരും അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച പോലെയൊക്കെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെയുള്ള ചെറുപ്പക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ പുതിയ പ്രശ്നങ്ങളോ എന്ത് പ്രശ്നമാണല്ലേ, ഏത് കേസാണല്ലേ ഇവർക്ക് ഡീൽ ചെയ്യാറില്ല. അതുകൊണ്ട് ക്രൈംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിനൊന്നും ഒരു കുറവുണ്ടാകത്തില്ല. ഒരു വികസിത രാജ്യത്ത് എങ്ങനെ ക്രൈം ഇല്ലാണ്ടായി എന്ന് ചോദിച്ചാൽ അത് സ്കൂൾ തൊട്ട് പഠിപ്പിക്കുന്നുണ്ടാണ്. സ്കൂൾ തൊട്ട് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാണ്. അല്ലാതെ അവിടെ ജയിലങ്ങ് ഇല്ലാണ്ടാക്കിയതുകൊണ്ടല്ല ക്രൈം ഇല്ലാണ്ടാകുന്നത്. ക്രൈം ഇല്ലാണ്ടാകുന്നത് എങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അത് കൊച്ചിലോട്ട് നോക്കണം. പിന്നെ ടൈറ്റായിട്ട് ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ എല്ലാ മനുഷ്യനും അവിടെ ഒരു ബോധമുള്ളവരായിരിക്കണം. എന്തൊക്കെ ബോധമാണോ വേണ്ടത് അതല്ല. ദേശീയ ബോധമാണെങ്കിൽ അത്, മാനസിക രോഗ ബോധമാണെങ്കിൽ അത്, സാമ്പത്തിക ബോധമാണെങ്കിൽ അതെല്ലാം ഉണ്ടായിരിക്കണം. അത് ഉണ്ടാവുന്ന തന്നെ സ്കൂൾ തൊട്ട് പഠിക്കണം. അല്ല ഇത് ഈ വക കാര്യങ്ങൾ അന്വേഷിക്കുന്ന തരത്തിൽ ഈ മൊബൈലൊക്കെ യൂസ് ചെയ്യണം. ഇത് അതൊന്നും ഇല്ല. ഇവിടെ ചുമ്മാ ഇപ്പോഴും ഭക്തി, സിനിമ, മണ്ടൻ രാഷ്ട്രീയം, തമ്മിൽ തല്ലിച്ചാകുന്ന രാഷ്ട്രീയക്കാരും ലോകത്ത് എവിടെയെങ്കിലും രാഷ്ട്രീയ കൊലപാതകം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ നശിച്ച രാജ്യത്തൊക്കെ ഉള്ളത് ഇത് ആരെയാ കൊല്ലുന്നത്? ഇവരുടെ ബ്രിട്ടീഷുകാരുടെ സമരം ചെയ്യുന്നവർ ഇപ്പോഴും സമരം ചെയ്തിട്ടിരിക്കുക. തമ്മിൽ സമരം, തമ്മിൽ കുത്ത്, തമ്മിൽ തള്ള്, പിൻവാതി നിയമനം, അങ്ങനെയുള്ള കുറെ കച്ചറകൾ. ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒന്നിനും കൊള്ളാത്തൊരു നാടാണ്. അതുകൊണ്ട് ആരും ആത്മഹത്യ ചെയ്യണ്ട. എല്ലാം ഇപ്പോഴേ മരിച്ചു, അതിന് റീസൺ നോക്കി നിൽക്കണ്ട. ഇവിടെ ജനിച്ചെന്ന് പറഞ്ഞാൽ തന്നെ മരിക്കാനുള്ള എല്ലാ യോഗ്യതയായി, ആത്മഹത്യ ചെയ്യാനുള്ള യോഗ്യതയായി. സ്വാഭാവിക മരണങ്ങൾ അത് വേറെ, അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് ആവും, അല്ലെങ്കിൽ വല്ലവരും കുത്തി കൊല്ലും, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് കൊല്ലും. അതും അല്ലെങ്കിൽ എന്തെങ്കിലും മാറിയ രോഗം വന്നിട്ട് ചികിത്സ കിട്ടാതെ മരിക്കും. അസുഖം വന്നാലും ചിലപ്പോൾ വേറെ വല്ല ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാതെ മരിക്കും. റോഡിൽ ബ്ലോക്കി കിടന്നൊക്കെ മരിക്കും. അങ്ങനെയൊക്കെ മരിക്കാം. മരിക്കാനൊന്നും ഇവിടെ വലിയ കാരണമൊന്നും ഇല്ല. ഒന്നാമത് ഇന്ത്യയാണ്. ഇന്ത്യ എന്താ നീ ആദ്യം അറിയണം. നന്ദി ഉണ്ടേ, മനസ്സിലായോ? അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്കുണ്ടായത് മാനഹാനി കൊണ്ട് ഇയാൾ ആത്മഹത്യയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് അയാളുടെ മാത്രം കുഴപ്പമാണ്. അത് അവന്റെ കുഴപ്പമല്ല. പിന്നെ അയാളെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ട്രിഗർ ചെയ്യേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ഇൻസിഡന്റുകളിൽ ഇല്ല.
മനസ്സിലാവുന്നുണ്ടോ? ഇത് എങ്ങനെ മനസ്സിലാക്കാനാ? ഇതിനുള്ള ബോധം ഇനി ആർക്കും വരത്തില്ല, പറഞ്ഞാലും കേൾക്കത്തില്ല. ഇത് വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യും. ഇവിടെ വലിയ സംഭവം ചെയ്ത പോലെ ഇവരെ സംബന്ധിച്ച് ഇതൊക്കെയാണോ ഏറ്റവും വലിയ കാര്യം ഈ നാട്ടിൽ നടത്തുന്നത് ഈ പെണ്ണുങ്ങൾ? എനിക്കറിയത്തില്ല, ഇവർ വേറൊന്നും കാണുന്നില്ലേ? ഇതൊക്കെ കണ്ടുപിടിച്ചു എന്തോ ഭയങ്കര സംഭവം എന്നാ പിന്നെ അതിന് പുറകെ കുറെ പേര് വലിയൊരു വീഡിയോ അങ്ങ് ഷെയർ ചെയ്യുമെന്നറിയാം. ഇവർക്കൊക്കെ ഇത്രയൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ ഇവര്. ഈ പിള്ളേർക്കൊക്കെ ആകെ ഇതേ ഉള്ളൂ, ലൈക്ക്, റീച്ച്, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒന്ന് കൂട്ടി എന്താണ് പൈസ കിട്ടുമായിരിക്കും, ആർക്കറിയാം. ഇതിനൊക്കെയാണോ ഇവരിങ്ങനെ ജീവിക്കുന്നത്? ഇപ്പോൾ ലൈക്കിനും മറ്റേ കമന്റിനും വേണ്ടി ജീവിക്കുന്ന മനുഷ്യരോ? എല്ലാം ഇച്ചിരി ചിന്തിക്കാനുള്ള ശേഷി. ഇത് 3-4 ഇൻസിഡന്റ് കണ്ടു, ഇതൊക്കെ ചിന്തിക്കണ്ടേ? ഇതിനെപ്പറ്റി ഇത്ര ആലോചിക്കരുതോ? എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഇത് അത്ര ഉത്തരവാദിത്തമുള്ളവരാണെങ്കിൽ മറ്റ് സീരിയസ് പ്രോബ്ലംസിലോട്ടൊക്കെ ഒന്ന് തല വെച്ച് നോക്ക്. അല്ല ഇത് പാവപ്പെട്ട മാനസിക രോഗികളോ അല്ലെങ്കിൽ നിവർത്തികെട്ടവരോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ ശരിയാ, സ്ത്രീകളെ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിന്റെ അമ്മയോടാണ് നിന്റെ പെങ്ങളോടാണ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അമ്മയോടാണെങ്കിലും പെങ്ങളോടാണെങ്കിലും ഞാൻ നേരത്തെ പറയുവാണ്, നിങ്ങൾ ഈ വക സംഭവം ഉണ്ടാക്കുമ്പോൾ ആ മനുഷ്യരെ പീഡിപ്പിക്കാൻ നിൽക്കരുത്. നിങ്ങളത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. അത് പോലീസ് നല്ലതായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം. ആരോഗ്യ സുരക്ഷാ വകുപ്പിൽ മന്ത്രിക്കും കത്തെഴുതണം. സകലവിധ ഡിപ്പാർട്ട്മെന്റുകളും ഇവരെ അറിയിക്കണം. അത് ഞാൻ ആക്ഷൻ എടുത്ത എന്ത് ആക്ഷൻ എടുത്തതെന്ന് അന്വേഷിക്കണം. അത്രയൊക്കെ ചെയ്യണം. അത്ര അല്ലാതെ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞിട്ട് പോയാൽ ഒന്നും ആകാൻ പോകുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലത്തെ ഇവിടുത്തെ ഭരണപരിഷ്കരണം നിർബന്ധമായി നടത്തിയേ പറ്റത്തുള്ളൂ. ഇങ്ങനൊന്നും പോയാൽ കാര്യം നടക്കത്തില്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെ നശിച്ചോണ്ടേ ഇരിക്കത്തുള്ളൂ, ഒരിക്കലും നന്നാൻ പോകുന്നില്ല. കാരണം ഈ വിടകളെ കൊണ്ട് നടക്കുന്നില്ല. ഈ പ്രായം ചെന്നവന്മാരൊക്കെ എടുത്ത് തോട്ടിക്കളാണ്. ആരാണേലും വയ്യാത്ത ആൾക്കാർ വയ്യാതെ വീട്ടിലെങ്ങാനും ഇരിക്കണം. അല്ലാണ്ട് ചുമ്മാ അനങ്ങാനും മേല, നടക്കാനും മേല, ബോധമുണ്ടോ, ബുദ്ധിയുണ്ടോ, വിവരമുണ്ടോ, വിദ്യാഭ്യാസം ഉണ്ടോ, ഇതൊന്നും ഇല്ലാത്തവന്മാർ ഭരിക്കാനിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എല്ലാ പാർട്ടിയും, ഞാൻ ഇന്ന പാർട്ടി എന്നൊന്നും പറയത്തില്ല, അത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP എല്ലാം കണക്കാം. എന്തെങ്കിലും ഒരുത്തന്നെ കഴിവുള്ളവനെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും കൊള്ളാം ഈ ഡ്രാമ ഉണ്ടായിപ്പോ അല്ലാതെ കാണിക്കുക, അതല്ലാതെ വേറെ എന്തെങ്കിലും അറിയാം. ഈ തരികിട കാണിച്ചു നടക്കുന്നവന്മാരല്ലേ മൊത്തം ക്രിമിനൽസും കണ്ട സിനിമാടനും ഒക്കെ. ഇവന്മാരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ബോധം ഇവർക്ക് തന്നെ ബോധമില്ല. അവർക്ക് അവരുടെ കാര്യം തന്നെ ശരിയാവുന്നില്ല. എന്തോരം നടക്കുന്നതെന്ന് പോലും അറിയാതെ നടക്കുന്നു, എന്താ പറയുന്നതെന്ന് അറിയാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഇങ്ങനെ നടക്കുന്നവനെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കുന്നു, രാജാവാക്കുന്നു. എന്തൊരു ഗതികെട്ട നാടാ ഇത്. ഞാനല്ല ഇവിടെ മരിക്കേണ്ട ആത്മഹത്യയുടെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ ചെയ്യാനാണ് അത് എപ്പോൾ വേണ്ട ചുമ്മാ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഇവിടെ അല്ലേ ജനിച്ചത്, നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ മരിക്കുമ്പോൾ ആത്മഹത്യയാണ് ചെയ്യേണ്ടത്. ശരിക്കും ഇവിടെ ജീവിച്ചിരിക്കുന്നത് സ്വാഭാവിക മരണത്തിനേക്കാളും നല്ല ആത്മഹത്യയാണ്. കൂടുതൽ പേര് ആത്മഹത്യയാണ്, മാക്സിമം ആൾക്കാർ ആത്മഹത്യയാണ് ഈ നാട്ടിൽ. അതാണ് അതിന് ശരി. അല്ലാതെ പറ്റത്തില്ല നമുക്കിവിടെ.